കേരളത്തിന്റെ വികസനത്തിനായി കൈകോർത്ത് മുന്നേറാമെന്ന് ഉന്നത മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശനമേളയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നതാണ് സർക്കാരിന്റെ നയം. ഈ നയത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന ആശയത്തിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ലൈഫ് പദ്ധതി വഴി 4,52,000-ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. ബാക്കി വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. 5 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും. 4 ലക്ഷം പേർക്ക് പട്ടയം വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലും പൊതുജനാരോഗ്യ മേഖലയിലും അന്തർദേശീയ നിലവാരത്തിലുള്ള സേവനം പൊതുജനങ്ങൾക്കായി കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ മാത്രം നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമഗ്ര വികസനം എന്നതിൽ ആദ്യം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന്റെ കാലത്ത് അഭിനന്ദനീയമായ നിലയിൽ തന്നെ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ അന്തർദേശീയ ദേശീയ മേഖലയിൽ 7.5 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകി. 20 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുമെന്ന പ്രകടന പത്രികയിൽ പറഞ്ഞത് നടപ്പിലാക്കും. പൊതുമരാമത്ത് വകുപ്പിനു കീഴിൽ മികച്ച റോഡുകൾ, മലയോര തീരദേശ ഹൈവേ, ഫ്ളൈ ഓവറുകൾ, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. വാട്ടർ മെട്രോ, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങി നിരവധി പുത്തൻ നേട്ടങ്ങളുടെ പട്ടികയും ഉയർത്തി കാണിക്കാൻ സർക്കാരിന് സാധിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രദർശനമേള വികസനത്തിന്റെ കേരള മോഡൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള വേദിയായെന്ന് മന്ത്രി പറഞ്ഞു. MLA-മാരായ VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിന്റെ പൈതൃകവും ചരിത്രവും ഉറങ്ങുന്ന തേക്കിൻകാട് മൈതാനിയിൽ 7 ദിവസങ്ങളിലായി നടത്തിയ എന്റെ കേരളം പ്രദർശന വിപണനമേള കാണാൻ നിരവധി പേരാണ് എത്തിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.